ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷ് വളരെ ദേഷ്യത്തോടെ ആൻറ്റിയമ്മയോട് വരികയാണ്. ആൻറ്റിയമ്മയോട് വന്നിട്ട് ചോദിക്കുകയാണ് കൃഷ്, ആൻറ്റിയമ്മ ഇതെന്താ കാണിക്കുന്നത്? എൻ്റെ കൺമണിയുടെ കാര്യം ആൻറ്റിയമ്മ വീട്ടിൽ അറിയിക്കാമെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങളുടെ കല്യാണവും നടത്തി തരാമെന്ന് പറഞ്ഞതാണ്. പിന്നെന്തിനാ ആ മാനസിയെ ആൻറ്റിയമ്മ എൻ്റെ റൂമിലേക്ക് പറഞ്ഞയച്ചത്? അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ഭ്രാന്താണ് എന്ന് കൃഷി പറയുമ്പോൾ ആൻറ്റിയമ്മ ചോദിക്കാണ്, എന്താടാ അവള് വല്ല കുഴപ്പവും കാണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, അവൾക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ 2 തല്ലിൻ്റെ കുറവുമുണ്ട്. ഭാര്യ എന്ന വിചാരത്തിലാണ് അവൾ എന്നോട് പെരുമാറുന്നത് എന്ന് കൃഷി ആൻറ്റിയമ്മയോട് പറയാണ്. അപ്പോൾ ആൻറ്റിയമ്മ പറയാണ്, എടാ നീ ഒന്ന് ക്ഷമിക്കേ, സാഗറും സുജാതയും ജർമ്മനിയിൽ നിന്ന് വരുന്നത് വരെ മാനസയ്ക്ക് ഒരു സംശയം തോന്നാൻ പാടില്ല. മാനസയെ നീ ഇപ്പൊ പിണക്കിയാൽ നിന്റെ പ്ലാനുകളെല്ലാം പൊളിയും. അവൾ പിന്നീട് ജയ്മോഹനെ വിളിച്ച് എല്ലാം പറയും. ജയ്മോഹനാണെങ്കിൽ കൃപമോളുടെ ജർമ്മനിയിലെ ചികിത്സയെല്ലാം വിട്ട് ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തും. അതോടെ അനിയൻകുട്ടനും സുജാതയും നിനക്കെതിരാവും. പിന്നെ കൃപമോളുടെ കാര്യം, അവൾ ആജീവനാന്തം കിടപ്പിലാവും. അതുകൊണ്ട് നീ എന്തു വന്നാലും കുറച്ച് ദിവസം മാനസയെ ഒന്ന് സഹിക്കേ, നമുക്ക് എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാമെന്ന് ആൻറ്റിയമ്മ കൃഷിനോട് പറയുകയാണ്. അപ്പോൾ കൃഷി പറയുകയാണ്, ആൻറ്റിയമ്മ ഇതൊന്നും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം, അവളോടൊന്ന് അകലം പാലിച്ച് നിൽക്കാൻ പറയണമെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, അത് നീ പേടിക്കണ്ട, ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പോട്ടെടാ, നിന്നെ ആഗ്രഹിച്ച് നടന്ന പെണ്ണല്ലേ അവള്, കുറച്ചൊന്ന് നീ സഹിക്കുക എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ കൃഷി ആൻറ്റിയമ്മയോട് പറയാണ്, എന്നെ ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് കൂടി ആ ആഗ്രഹം തോന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് കൃഷി ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആൻറ്റിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, അവനെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് മാനസ റെഡി ആയിട്ട് ആൻറ്റിയമ്മയുടെ അടുത്തേക്ക് വരുന്നത്. മാനസ വന്നിട്ട് ആൻറ്റിയമ്മയോട് ചോദിക്കുന്നുണ്ട്, കൃഷിൻ്റെ സൗണ്ടാണല്ലോ കേട്ടത്, കൃഷി എന്താ പറഞ്ഞത് എന്ന് ആൻറ്റിയമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റിയമ്മ പറയാണ്, എന്താടി നീ അവനെ ശ്വാസം മുട്ടിച്ചു കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുകയാണ്, ശ്വാസം മുട്ടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ കൊന്നില്ല, പക്ഷെ അത് അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, പെണ്ണെന്താന്ന് നീ അവനെ കാണിച്ചു കൊടുക്ക്, പിന്നെ അവൻ നിന്റെ നിഴലിൽ നിന്നും മാറില്ല എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ മാനസ പറയുകയാണ്, അവന് ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് പെണ്ണെന്താന്ന്, പിന്നെ ഈ മാനസ ആരാന്നും അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ആൻറ്റിയമ്മ പറഞ്ഞതുപോലെ മാനസയ്ക്കപ്പുറം ഒരു ലോകമില്ലെന്ന് ഞാൻ അവനെ അറിയിച്ചു കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ ആൻറ്റിയമ്മ പറയാണ്, എല്ലാം നമുക്ക് ശരിയാക്കാം, ഇപ്പോൾ നീ എന്തായാലും അവൻ്റെ കൂടെ ഓഫീസിലേക്ക് പോയിക്കോ, വേഗം ചെല്ല് എന്ന് പറഞ്ഞിട്ട് മാനസയെ പറഞ്ഞയക്കുകയാണ് ആൻറ്റിയമ്മ. അപ്പോഴേക്കും മാനസയുടെ അമ്മ വരികയാണ്. മാനസയുടെ അമ്മ ആൻറ്റിയമ്മയോട് പറയുകയാണ്, ചേച്ചിയമ്മ ഇപ്പോൾ ജയ്മോഹനാണ് വിളിച്ചത്, അവർ വേറൊരു ഫ്ലൈറ്റിലേക്ക് കയറി ജർമ്മനിയിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ സന്തോഷത്തോടെ പറയുകയാണ്, എൻ്റെ ഈശ്വര, എല്ലാം ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കണേ എന്ന് പറയുമ്പോൾ മാനസയുടെ അമ്മ പറയുകയാണ്, ചേച്ചിയമ്മ പേടിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ വരുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, കൃപമോളുടെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മാനസയും കൃഷും നല്ല ഇണക്കുരുവികളായിട്ട് ഉണ്ടാവണം, നമ്മൾ അവരെ അങ്ങനെ മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ മാനസയുടെ അമ്മ ചോദിക്കുകയാണ്, അതെന്തിനാ നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കുന്നത്, അവരെ ഇണക്കുരുവികൾ തന്നെ ആണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, അതെ അത് അങ്ങനെ തന്നെയാണ്, അവർ തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയാണ്, പക്ഷേ അവർ വരുന്നതിന് മുന്നേ നമുക്ക് ഒന്നുകൂടി അവരുടെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കണം. ഇപ്പോഴത്തെ കാലമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് എപ്പോഴാണ് മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി അവരുടെ ഈ അടുപ്പം ഊട്ടിയുറപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ആൻറ്റിയമ്മ മാനസിയുടെ അമ്മയോട് പറയുകയാണ്. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് എത്തുകയാണ്. കൺമണി ഓഫീസിലെത്തിയതും നേരെ ദേവ്ജിയെ പോയി കണ്ടിട്ട് തലേദിവസം ലാലിയുടെ ചിത്രം വരച്ച പകർപ്പ് കൊണ്ടുപോയിട്ട് ദേവ്ജിയെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ദേവ്ജി കൺമണിയോട് പറയുകയാണ്, മറ്റുള്ള ഡിസൈനർമാരിൽ നിന്നും കൺമണി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന തെളിവാണ് ഇത്.
കൺമണിയെ ഈ ജോലി ഏൽപ്പിക്കുമ്പോൾ കൺമണി എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുക എന്നുള്ള ഒരു സങ്കല്പം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ് കൺമണി ഈ വരച്ച ഫൈനൽ പിക്ചർ. ഞാൻ തന്ന ആ ഇമേജിലെ സ്ത്രീ ജീവനോട് നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ചിത്രം കാണുമ്പോൾ. എന്തായാലും താങ്ക് യു കൺമണി. ഇത് ഒരു അൺഒഫീഷ്യൽ കാര്യമായതുകൊണ്ട് കമ്പനി വക പ്രതിഫലമൊന്നും തരാൻ കഴിയില്ല. പക്ഷെ എൻ്റെതായ ഒരു സമ്മാനം കൺമണിക്ക് ഉണ്ടാവും, അത് ഉറപ്പാ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, അതൊന്നും വേണ്ട സാർ. സാറിനെ പോലെ ഉള്ള ഒരാൾ എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് ഒഫീഷ്യൽ ആയാലും അൺഒഫീഷ്യൽ ആയാലും ചെയ്തു തരിക എന്നുള്ളത് എൻ്റെ കടമയാണ് എന്ന് കൺമണി പറയുമ്പോൾ ദേവ്ജി പറയാണ്, വരയുടെ കാര്യത്തിൽ മാത്രമല്ല സംസാരത്തിലും കൺമണി ഉപയോഗിക്കുന്ന വാക്കുകളിലും കൺമണി മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ദേവ്ജി പറയാണ്, ശരി കൺമണി, ഞാനിപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദേവ്ജി പോവാൻ നിൽക്കുമ്പോൾ കൺമണി, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ ഒരു ഡിസൈനർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്ത ഒരു അവസാന ഡിസൈൻ ആയിരിക്കും ഇത് എന്ന് കൺമണി ചോദിക്കുമ്പോൾ ദേവ്ജി ചോദിക്കുന്നുണ്ട്, എന്താണ് കൺമണി എന്ന്. അപ്പോൾ കൺമണി പറയണ, അതെ സാർ, അലിഗയിലെ അവസാന ദിവസമാണ് ഇന്ന്. തിങ്കളാഴ്ച മുതൽ എനിക്ക് അലിഗയിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അലിഗയും ഡിസൈൻസും ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് കൺമണി പറയുമ്പോൾ ദേവ്ജി ചോദിക്കുകയാണ്, അതെന്താ കാരണം കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, തിങ്കളാഴ്ച എൻ്റെ വിവാഹമാണ്. ഞാൻ അൽഗയിൽ ജോലി ചെയ്യുന്നതോ പടം വരയ്ക്കുന്നതോ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇഷ്ടമല്ല എന്ന് കൺമണി പറയുമ്പോൾ ദേവ്ജി ചോദിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കൺമണിക്ക് എന്താ പെട്ടെന്ന് വിവാഹം തീരുമാനിച്ചോ? ആരാ കൺമണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, ഒരു വരുൺ എന്ന ആളാണ് സാർ അത് എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുകയാണ്, അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പോരെ, കൺമണിക്ക് ജോലി ചെയ്യണം എന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല സാർ എന്ന് കൺമണി പറയാണ്. അപ്പോൾ ദേവ്ജി ചോദിക്കുകയാണ് കൺമണിയോട്, അപ്പോൾ ഇഷ്ടമില്ലാത്ത കല്യാണം വീട്ടുകാരെ അടിച്ചേൽപ്പിക്കുകയാണോ എന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, സാഹചര്യങ്ങൾ അങ്ങനെ എത്തിച്ചതാണ് സാർ എന്ന് കൺമണി പറയാണ്. അപ്പോൾ ദേവ്ജി കൺമണിയോട് പറയുന്നുണ്ട്, വിവാഹം എന്നത് ഒരു കുട്ടിക്കളിയല്ല, രണ്ടുപേരും ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതാണ്. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ സമ്മതത്തോടെ വേണം തിരഞ്ഞെടുക്കാൻ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാവണം പങ്കാളി. എന്തിനും കൂടെ നിൽക്കുന്ന ആളും ഇഷ്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമായിരിക്കണം പങ്കാളി. അല്ലാതെ സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ മാത്രം ആകരുത് പങ്കാളിയെ ജീവിതത്തിലേക്ക് കൂട്ടാൻ. കൺമണി എന്തായാലും വീട്ടിൽ അറിയിക്കെ എനിക്ക് കല്യാണത്തിന് സമ്മതമല്ലെന്ന് എന്ന് ദേവ്ജി പറയുമ്പോൾ കൺമണി പറയാണ്, അതിലൊന്നും കാര്യമില്ല സാർ, വീട്ടുകാർ തന്നെയാണ് ഇതൊക്കെ തീരുമാനിച്ചത്, ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്നെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല സാർ എന്ന് പറയുമ്പോൾ ദേവ്ജി പറയാണ്, എന്നാൽ പിന്നെ കൺമണി പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്ക്. ഒരു കാര്യം ചെയ്യാൻ ഞാൻ കൃഷ്ണനെ വിളിച്ചു പറയാം, കൺമണിയുമായി ചേർന്ന് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ, വേണമെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് ദേവ്ജി പറയാണ്. അപ്പോൾ കൺമണി പറയാണ്, കാര്യമില്ല സാർ, വരുണിൻ്റെ ഭാഗത്താണ് പോലീസും CI അനിരുദ്ധും കൂടി ചേർന്നിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രക്ഷപ്പെടാൻ കഴിയുമെന്ന് മുന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി എൻ്റെ ജീവിതം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന്. എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിൽ ചെയ്ത് തരാം സാർ എന്ന് പറയുമ്പോൾ ദേവ്ജി പറയണേ, അതൊന്നും വേണ്ട, കൺമണി ഇവിടെ തുടരുന്നോ രാജിവെക്കുന്നോ എന്നുള്ളതല്ല എൻ്റെ ഇവിടത്തെ ഇപ്പോഴത്തെ പ്രശ്നം. കൺമണിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം നടക്കരുത് എന്നാണ്. അത് ഞാൻ സമ്മതിക്കില്ല. കാലം മാറുന്നതൊന്നും കൺമണിയുടെ വീട്ടുകാർ അറിയുന്നില്ലേ? ഞാനിതിൽ ഇടപെടാൻ കൺമണി, ഞാൻ വീട്ടുകാരെ വിളിക്കാം എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല സാർ, എന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും പറ്റില്ല എന്ന് കൺമണി പറയുന്നു. അപ്പോൾ ദേവ്ജി കൺമണിയോട് പറയുകയാണ്, കൺമണിയെ പോലെ ഒരു നന്മയുള്ള മനുഷ്യനെ ദൈവം ഒരിക്കലും കൈവിടില്ല. നോക്കിക്കോ, എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കും. കൺമണിയെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ എത്തുമെന്ന് ദേവ്ജി പറയാണ്. അപ്പോഴേക്കും ഓഫീസിലേക്ക് കൃഷി എത്തുന്നുണ്ട്. ആദ്യം കൃഷിന്റെ ക്യാബിനിലേക്ക് കയറാൻ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് കൺമണിയെ
കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ കൺമണിയുടെ ക്യാബിനിലേക്ക് കയറുകയാണ്. എന്നാൽ അവിടെ കൃഷി കൺമണിയെ കാണുന്നില്ല. എന്തുപറ്റി, കൺമണി ഇന്ന് വന്നില്ലേ എന്ന് കൃഷി ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കൃഷി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുന്നത്. കൺമണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് കൃഷിന് സമാധാനമാവുകയാണ്. അപ്പോൾ ആളെന്തായാലും എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയെ കാണാനായിട്ട് പോവുകയാണ്. കൺമണിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, എന്താ ഇതിനൊരു വഴി എന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കൃഷി അങ്ങോട്ടേക്ക് എത്തുന്നത്. കൺമണി, എന്തു പറ്റി, സീറ്റിൽ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ, എന്താ നിനക്ക് മുഖമൊക്കെ വല്ലാതെ ഡള്ളായിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൃഷി ചോദിക്കുകയാണ്. കൺമണിക്കാണെങ്കിൽ അപ്പോൾ നല്ല വിഷമമാവുകയാണ്. പിന്നീട് വീണ്ടും കൃഷി ചോദിക്കുകയാണ്, എന്തു പറ്റി കൺമണി, കമ്പനിയിൽ വല്ല പ്രശ്നമുണ്ടായോ, അതോ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടായോ, അതോ ഏട്ടത്തി രാവിലെ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞു നോവിച്ചോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ കൺമണി പൊട്ടിക്കരയാണ്. അപ്പോൾ കൃഷി ചോദിക്കുകയാണ്, എന്താ കൺമണി, എന്താ പറ്റിയത്, എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സാർ എന്ന് കൺമണി പറയാണ്. അപ്പോൾ കൃഷി ചോദിക്കുകയാണ്, അല്ല വരുൺ ഇനി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അതെ സാർ, വരുൺ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കല്യാണമാണെന്നാ പറഞ്ഞത്. കൂടെ ആ CI അനിരുദ്ധും ഉണ്ടായിരുന്നു. കണ്ണമ്മ മേഡം ട്രാൻസ്ഫർ ആയി പോയി. അപ്പോൾ പുതിയ പ്രമോഷനുമായിട്ടാണ് അനിരുദ്ധ് സാർ വന്നിരിക്കുന്നത്. കല്യാണ ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞു സാർ. അച്ഛനോടും അമ്മായിമാരോടെല്ലാം അവർ കാര്യങ്ങൾ സംസാരിച്ചു. വീട്ടിലാകെ ഒരു കല്യാണത്തിന്റെ അന്തരീക്ഷമാണെന്ന് കൺമണി വളരെ വിഷമത്തോടെ കൃഷിനോട് പറയുമ്പോൾ കൃഷി പറയാണ്, അവനപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല അല്ലേ, അവൻ്റെ തരിപ്പ് ഞാൻ മാറ്റിക്കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി കൃഷിനോട് പറയാണ്, പ്ലീസ് സാർ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട എന്ന് പറയാണ്. അപ്പോൾ കൃഷി പറയാണ്, ഇതുവരെ ക്ഷമയോടെ ഞാൻ എല്ലാം കാത്തിരിക്കുകയായിരുന്നു, ഇനി എന്തായാലും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് പറയുന്നു. പ്ലീസ് സാർ ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, നീയൊന്നും മിണ്ടാതിരിക്കുക കൺമണി, നീ എൻ്റെ പെണ്ണാണ്, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, നീ എന്നെ അങ്ങോട്ട് മാറി നിന്നാൽ മതി, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. കൺമണി, നീ ആ ഫോണും നിങ്ങൾ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ കൺമണി ചോദിക്കുകയാണ്, എന്തിനാണ് സാർ ഫോൺ എന്ന്. ഒന്നുമില്ല, നീ ആദ്യം ആ ഫോണൊന്ന് ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞിട്ട് കൃഷി വരുണിനെ വിളിക്കുകയാണ്. വരുൺ ഫോൺ എടുക്കുന്നതിന് ശേഷം കൃഷി വരുണിനോട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ വരുണല്ലേ ഇത്, ഞാൻ കൃഷാണ്. വരുണെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് കൃഷി വരുണിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, എനിക്ക് നിന്നെ കാണണ്ടെങ്കിലോ എന്ന് വരുൺ പറയുമ്പോൾ കൃഷി പറയാണ്, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും, ഞാൻ ആരാണെന്ന് അപ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, നീ നോക്ക്, എന്നോട് ഇടപെടുമ്പോൾ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തൊട്ട് കളിച്ചാലുണ്ടല്ലോ എന്ന് വരുൺ പറയുമ്പോൾ കൃഷി ചോദിക്കുകയാണ്, നീ കളി പഠിപ്പിക്കും എന്നാണോടാ എന്ന് കൃഷി വരുണിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷി പറയാണ്, ഇതേ കുറെ ഓടിയ ഡയലോഗാണ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? ഒരു കാര്യം ഞാൻ പറയാം, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നിന്നെ വിളിക്കും, പറയുന്നിടത്ത് നീ വന്നോളണം, ബാക്കിയെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ട് പറയാം. ഇനി നീ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. ഇന്ന് ഹോസ്പിറ്റൽ മുന്നിൽ വെച്ച് നടന്ന സീന് നിന്റെ വീട്ടിലും നടക്കും. 1 മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും, സ്ഥലം ഞാൻ പറയും, മര്യാദയ്ക്ക് വന്നോളണം എന്ന് പറഞ്ഞിട്ട് കൃഷി ഫോൺ കട്ട് ചെയ്യാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് കൺമണി കൃഷിനോട് ചോദിക്കുകയാണ്, സാർ എന്ത് ചെയ്യാൻ പോവുക വരുണിനെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ പോവുക, അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോവും കൺമണി, എനിക്ക് നീയാണ് വലുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കമ്പനിയും വീടും സ്വത്തും ആർഭാടങ്ങളൊക്കെ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക്, നീ കൂടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും എനിക്ക് വേണമെന്നില്ല, നീയില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല എനിക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യവും അവസാനവും നീയാണ് എന്ന് കൃഷി കൺമണിയോട് പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കൺമണിക്കാണെങ്കിൽ ആകെ വിഷമവുമാവുകയാണ്. കൺമണി വേഗം തന്നെ കൃഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ കൃഷി കൺമണിയെ ആശ്വസിപ്പിച്ചിട്ട് കൺമണിയോട് പറയാണ്, ഈ കണ്ണ് നിറയാൻ പാടില്ല, ഇനി ഞാൻ ഈ കണ്ണ് നിറയാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ് സാർ എന്ന് പറയും.
പറയുമ്പോൾ കൃഷ് കൺമണിയോട് പറയാണ്, നീ ധൈര്യമായിട്ട് ഇരിക്കെ, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഞാൻ പോയി വരുണിനെ കണ്ടോളാം എന്ന് കൺമണിയെ ആശ്വസിപ്പിച്ചിട്ട് കൃഷ് വരുണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം വരുൺ കൃഷി വിളിച്ച് സംസാരിച്ചതെല്ലാം CI അനിരുദ്ധ് സാറിനെ വിളിച്ച് അറിയിക്കുകയാണ്. ഇതെല്ലാം കേട്ടതിനു ശേഷം അനിരുദ്ധ് സാറ് വരുണിനോട് ചോദിക്കുകയാണ്, എന്നിട്ട് താൻ എന്താ മറുപടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയാണ്, ഞാനൊന്നും പറഞ്ഞില്ല സാർ എന്ന്. അപ്പോൾ ആ പോലീസ് പറയാണ്, നീയൊരു കാര്യം ചെയ്യേ, കൃഷിനെ വിളിച്ചിട്ട് നേരിട്ട് കാണാമെന്ന് പറ, ഞാനുണ്ടാവും നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ വരുണിന് സന്തോഷമാവുകയാണ്. വരുൺ അനിരുദ്ധ് സാറിനോട് ചോദിക്കുകയാണ്, സാറുണ്ടാവോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് സാർ പറയാണ്, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാനുണ്ടാവും നിന്റെ കൂടെ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് വരുണിന് വളരെ സന്തോഷമാവുകയാണ്. പിന്നീട് ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് ഭാഗ്യശ്രീ എത്തുകയാണ്. ഭാഗ്യശ്രീ ബലരാമനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താ ഏട്ടാ ഈ കാണുന്നത്? എൻ്റെ ഏട്ടൻ ഇങ്ങനെ ജയിലിൽ കഴിയേണ്ട ഒരാളല്ല. ലോകം മുഴുവൻ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഏട്ടൻ, എൻ്റെ വീട്ടിൽ പോലും ഒന്ന് ഒതുങ്ങിയിരിക്കാത്ത എൻ്റെ ഏട്ടൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇങ്ങനെ കഴിയേണ്ട ആളല്ല ഏട്ടൻ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ സ്വപ്നമാണോ എന്ന് തോന്നിപ്പോവാറുണ്ട് എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ പറയാണ്, മോള് അങ്ങനെ തന്നെ വിചാരിച്ചോ, ഇതൊരു സ്വപ്നമായിട്ട് തന്നെ വിചാരിച്ചോ, ഏട്ടൻ അടുത്ത് തന്നെ ജയിലിൽ നിന്നും ഇറങ്ങും എന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് പറയാണ്. അപ്പോൾ ഭാഗ്യശ്രീ ബലരാമനോട് ചോദിക്കുകയാണ്, അതിരിക്കട്ടെ, ഏട്ടനെ കാണാൻ അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വന്നിരുന്നോ? അയാൾ ഒരു ക്രിമിനലാണ്, അയാളെ ഏട്ടൻ അടുപ്പിക്കരുത്. അയാളാണ് ഏട്ടനെ പുറത്തിറക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? അയാൾ ഒരു വിഷമാണ്. അയാളുടെ കൂടെ കൂടിയാൽ പിന്നെ ഏട്ടന് ഈ ജയിലിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ല. ഇതിനെല്ലാം പിന്നിൽ നമ്മുടെ അമ്മയാണ് ഏട്ടാ. ജയിൽ കിടന്നിട്ട് പോലും ഏട്ടനെ വെറുതെ വിടുന്നില്ലല്ലോ നമ്മുടെ അമ്മ എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മോളെ, നമ്മുടെ അമ്മയെക്കുറിച്ച് നീ ഇങ്ങനെയൊന്നും പറയരുത്. നമ്മളെ ഇത്രയും വലുതാക്കിയത് നമ്മുടെ അമ്മയല്ലേ എന്നൊക്കെ ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ്, ഏട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. ഏട്ടൻ്റെ സ്വന്തം തലച്ചോറ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അടിയറ വെക്കരുത്. അമ്മ പറയുന്നതെല്ലാം തെറ്റാണ്. അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഏട്ടൻ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബലരാമൻ അതൊന്നും ചെവി കേൾക്കുന്നില്ല. ബലരാമൻ എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയാണ്, നമുക്ക് ഈ കാര്യം ഇവിടെ വിടാം, അമ്മയെക്കുറിച്ച് നീ ഇനിയൊന്നും പറയണ്ട എന്ന് പറയാണ്. അപ്പോൾ ഭാഗ്യശ്രീയും പറയാണ്, അതാണ് നല്ലത്, ഞാൻ പറയുന്നതൊന്നും ഏട്ടന് മനസ്സിലാവില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഭാഗ്യശ്രീ ബലരാമനോട് പറയാണ്, എന്തായാലും ഏട്ടാ, ഞാൻ ഏട്ടന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബലരാമൻ പറയാണ്, മോളെ ഇവിടെ വെച്ച് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. സഹദേവൻ സാറായിട്ട് ഞാൻ കുറച്ച് അടുപ്പത്തിലാണെങ്കിലും ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് സഹദേവൻ സാർ എത്തുന്നുണ്ട്. സഹദേവൻ സാറിനോട് ഭാഗ്യശ്രീ പറയാണ്, സാർ, ഞാൻ എൻ്റെ ഏട്ടന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സഹദേവൻ സാർ പറയാണ്, സൂപ്രണ്ട് സാർ ഇവിടെ ഇല്ല, പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറയാണ്. അതിനുശേഷം ഭാഗ്യശ്രീ ബലരാമന് ആ ഫുഡ് വാരിക്കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭാഗ്യശ്രീ അത് ചെയ്യുന്നത്. കഴിക്കുന്ന ബലരാമനാണെങ്കിലും വളരെ സന്തോഷമാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബൈ.